Hi friends, welcome to my channel Dream Your Life. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് OETയിലെ ഓരോ മൊഡ്യൂൾസും ടൈം സെറ്റ് ചെയ്ത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നതിനെ പറ്റിയാണ്. അതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. OETയിൽ നമുക്ക് 4 മൊഡ്യൂൾസ് ആണുള്ളത്. എല്ലാവർക്കും അറിയാം, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അതിൽ ലിസണിങ്ങിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി ടൈം സെറ്റ് ചെയ്ത് അവരുടെ ഓഡിയോയുടെ കൂടെ നമ്മളത് ലിസൺ ചെയ്ത് അന്നേരം എഴുതിയാണ്. നമ്മൾ ആ ഓഡിയോയുടെ ഒപ്പം തന്നെ പോയില്ലെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ആൻസർ സ്കിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഓഡിയോയുടെ ഒപ്പം പോവുകയാണ് ലിസണിങ്ങിൽ. അപ്പോൾ ബാക്കി 3 മൊഡ്യൂൾസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റീഡിങ്ങിൽ തുടങ്ങാം. റീഡിങ്ങിൽ നമുക്ക് പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി 3 പാർട്സ് ആണുള്ളത്. അപ്പോൾ പാർട്ട് എയിൽ നമുക്ക് അറിയാം 15 മിനിറ്റ്സിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ ടാസ്ക് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു 10 to 12 മിനിറ്റ്സ്, മാക്സിമം 12 മിനിറ്റ്സിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയിരിക്കണം. ആ ഒരു സ്കില്ല് നമുക്ക് നേടിയെങ്കിലേ നമുക്ക് എക്സാം ടൈമിൽ 15 മിനിറ്റ്സിനുള്ളിൽ 20 ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. റീഡിംഗ് പാർട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ടൈമർ സെറ്റ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ പാർട്ട് എത്ര ടൈമിനുള്ളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് നോക്കേണ്ടത്. അപ്പം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് എടുത്തിട്ടായിരിക്കും ഒരാ 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആദ്യം 30 മിനിറ്റ്സ് എടുത്തവർ പിന്നെ 20 മിനിറ്റ്സിൽ ടൈം സെറ്റ് ചെയ്ത് നോക്കുക, പിന്നെ 15 മിനിറ്റ്സിൽ ചെയ്ത് നോക്കുക, പിന്നെ 12 മിനിറ്റ്സ്. അങ്ങനെ 12 മിനിറ്റ്സിൽ നിങ്ങൾക്ക് 20 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുകയാണ് വേണ്ടത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ലെവൽ അസസ് ചെയ്യണം. നിങ്ങളുടെ പ്രശ്നം ടൈമാണോ, അത് നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്തതാണോ, അത് ഏതാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങളിപ്പം എത്ര ടൈം എടുത്താണ് ഈ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം നോക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിലും ആൻസർ മാക്സിമം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പം 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് എടുത്താണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ആൻസർ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടൈം മാത്രമേ അത് മാനേജ് ചെയ്താൽ മതി. ടൈം കുറച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാകുന്നുണ്ട്, അതിന് ആൻസർ കിട്ടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഇത്രയും സമയം എടുത്തിട്ടും നിങ്ങൾക്ക് അതിൽ ആൻസർ കിട്ടുന്നില്ല, ആൻസർ റോങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങളുടെ റീഡിങ് സ്കില്ലിനോടൊപ്പം നിങ്ങളുടെ വൊക്കാബുലറി, അത് നിങ്ങളുടെ ആ കോംപ്രിഹെൻഷൻ, നിങ്ങൾ ഒരു കാര്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നതാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ടൈമാണോ പ്രശ്നം, അതോ നിങ്ങൾക്ക് വായിച്ചിട്ട് മനസ്സിലാകാത്തതാണോ, അതാണ് പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഡെയിലി പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീഡിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. റീഡിങ് പാർട്ടേ ആണ് മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ റീഡിങ് പാർട്ടാണ്. അപ്പോൾ അത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 to 12 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാവുന്ന ആ സ്കിൽ കിട്ടുകയും നിങ്ങൾക്കത് ഡെയിലി ഒരു 2 or 3 റീഡിങ് പാർട്ടേ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പം എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പാർട്ടേ മാക്സിമം പാർട്ടേ തന്നെ ചെയ്യുക. പാർട്ടേ തന്നെ ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പാർട്ട് ബിയിലും സിയിലോട്ടും പോകാനായിട്ട്. ഇനി പാർട്ട് ബിയുടെ കാര്യം പറയാം. പാർട്ട് ബിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് നമുക്ക് എക്സാം ടൈമിൽ ബി ആൻഡ് സി ടുഗദർ 45 മിനിറ്റ്സ് ആണ് കിട്ടുക. അപ്പോൾ പാർട്ട് ബി നിങ്ങൾ ഒരു 12 മിനിറ്റ്സ്, മാക്സിമം 12 മിനിറ്റ്സിനുള്ളിൽ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്ത് പഠിക്കണം. നിങ്ങൾ എപ്പോഴും റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പം ഒരു ടൈമർ വെച്ച് കറക്റ്റ് ടൈം 12 മിനിറ്റ്സ് വെച്ച് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യും. അടുത്തതായിട്ട് പാർട്ട് സി നമുക്ക് 2 എക്സ്ട്രാക്ട്സ് ആണ് ഉണ്ടായിരിക്കുക റീഡിങ്ങിൽ, എക്സ്ട്രാക്ട് 1 and 2. അപ്പം ഇതിന് ഒരു 30 മിനിറ്റ്സിൽ 2 എക്സ്ട്രാക്റ്റും നമ്മൾ എക്സാം ടൈമിൽ കവർ ചെയ്യാൻ ആ ഒരു സ്പീഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എക്സാം ടൈം ആകുമ്പോഴേക്കും. അപ്പോൾ ഒരു എക്സ്ട്രാക്റ്റിന് 15 മിനിറ്റ്സ്, മറ്റേ എക്സ്ട്രാക്റ്റിന് 15. ആ ഒരു രീതിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ ടൈമിനുള്ളിൽ നിങ്ങൾ ഇത് തീർക്കുന്ന രീതിയിൽ, സ്കോർ ചെയ്ത് തീർക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുപോലെ ഇപ്പോൾ റീഡിങ് വളരെ ടഫായിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ റീഡിങ് മെറ്റീരിയൽസ് എന്തായാലും നിങ്ങൾ റീഡിങ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. ആ മെറ്റീരിയൽസ് മാക്സിമം റീഡ് ചെയ്ത് നിങ്ങൾക്ക് റീഡിങ് എബിലിറ്റി ആ കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കുക. മാക്സിമം സ്പീഡിൽ റീഡ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ആ സ്പീഡും കാര്യങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത വാക്കുകൾ വരുമ്പം അത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെച്ച് അതിൻ്റെ മീനിങ്, അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ്, ഇംഗ്ലീഷ് മീനിങ്, അതിൻ്റെ സിനോണിമ് അതുകൂട്ടി ഒരു സെൻറ്റൻസ് കൂടി എഴുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അങ്ങനെ ഒരു നോട്ട്ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം നമ്മൾ റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പം. അതുപോലെ ഈ നോട്ട്ബുക്ക് ഉണ്ടായാൽ മാത്രം പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുകയും കൂടെ ചെയ്യണം, എന്നാലേ നമ്മളത് ഓർത്തിരിക്കുകയുള്ളൂ. അടുത്ത മൊഡ്യൂൾ റൈറ്റിംഗ് ആണ്. റൈറ്റിങ്ങിൽ നമുക്ക് 45 മിനിറ്റ്സ് ആണ് എക്സാമിന് ഉണ്ടായിരിക്കുക. ആ 45 മിനിറ്റ്സിൽ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് റീഡിംഗ് ടൈമും 40 മിനിറ്റ്സ് നമുക്ക് ആ ലെറ്റർ എഴുതാനുള്ള ടൈമാണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു 25 to 30 മിനിറ്റ്സിനുള്ളിൽ റൈറ്റിംഗ് കംപ്ലീറ്റ് ആക്കി ആ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ 25 to 30 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് 40 മിനിറ്റ്സിൽ എഴുതി 40 മിനിറ്റ്സ് അല്ല ആ സമയത്തിനുള്ളിൽ എഴുതി ഒരു പ്രൂഫ് റീഡിങ് കൂടെ ചെയ്യാൻ ടൈം ഉണ്ടാവും. കാരണം പ്രൂഫ് റീഡിങ് ചെയ്യാതെ നിങ്ങൾ പേപ്പർ കൊടുക്കരുത്. നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന കുറേ മിസ്റ്റേക്സ് കാണും അതിൽ. പങ്ക്ച്വേഷനും അതുപോലെ തന്നെ ഹീ ഷീ ജെൻഡർ ഡിഫറൻസ് ഒക്കെ മാറി അങ്ങനെയൊക്കെ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തന്നെ കറക്റ്റ് ചെയ്യാവുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. പ്രൂഫ് റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റിങ്ങിൽ. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി അത് നിങ്ങൾക്ക് 30 മിനിറ്റ്സിനുള്ളിൽ മാക്സിമം 30 മിനിറ്റ്സിനുള്ളിൽ റൈറ്റിംഗ് എഴുതി കഴിയാനുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. റൈറ്റിങ്ങിനെ പറ്റി മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈം വെച്ച് തന്നെ ഓരോ മൊഡ്യൂൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും കറക്റ്റ് ടൈം വെച്ച് പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് റൈറ്റിംഗ് ഒക്കെ 25 to 30 മിനിറ്റ്സ് നിങ്ങൾ ടൈം സെറ്റ് ചെയ്തിട്ട് വേണം അത് പ്രാക്ടീസ് ചെയ്യാൻ. എക്സാം ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ സ്റ്റാർട്ടിങ് കുറച്ച് ലെറ്ററൊക്കെ ടൈം ഇല്ലാതെ എഴുതിയാലും പിന്നീടുള്ളത് എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ 25 to 30 മിനിറ്റ്സ് ആ ഒരു ടൈമിൽ തന്നെ എഴുതണം. കാരണം നിങ്ങളിപ്പം സമയം കിട്ടുന്നതനുസരിച്ച് രാവിലെ കുറച്ച് ലെറ്ററിൻ്റെ പകുതി എഴുതി ബാക്കി ഉച്ച കഴിഞ്ഞ് എഴുതി ആ ഒരു രീതിക്ക് പ്രാക്ടീസ് ചെയ്താൽ അതൊട്ടും നമുക്ക് എഫക്റ്റീവ് ആകില്ല. അത് നമ്മളെ എക്സാമിന് ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നതല്ല. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആ ഹാഫ് ആൻ അവർ ടൈം എപ്പോൾ കിട്ടുന്നു അപ്പോൾ നിങ്ങൾ റൈറ്റിംഗ് ചെയ്താൽ മതി. അത് ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ആ ടൈമിൽ ആ ലെറ്റർ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ആ രീതിക്ക് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സ്പീക്കിങ്ങിനെ പറ്റിയാണ്. സ്പീക്കിംഗ് എല്ലാവർക്കും അറിയാവുന്നവരെ 2 റോൾ പ്ലേസ് ആണ് നമുക്കുണ്ടാകുക. ആദ്യം വാമപ്പ് ക്വസ്റ്റ്യൻസ് 2-3 മിനിറ്റ്സ് വാമപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് 2 റോൾ പ്ലേസ്, ഓരോ റോൾ പ്ലേയും 5 മിനിറ്റ്സ് ആണ്. ഇതും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കറക്റ്റ് 5 മിനിറ്റ്സ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എക്സാം ടൈമിലുണ്ടാകും. എക്സാം ടൈമിൽ നമുക്ക് ആ 5 മിനിറ്റ്സ് ടൈം നമുക്ക് കാണത്തില്ല. എങ്കിൽ കൂടി ടൈം ഫിനിഷ് ആകുമ്പോൾ അവർ സ്റ്റോപ്പ് പറയും. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ടൈമിൽ 5 മിനിറ്റ്സ് നമ്മൾ ടൈമർ വെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ റെക്കോർഡും കൂടെ ചെയ്യുക. റെക്കോർഡ് ചെയ്ത് നമ്മളത് കേട്ട് നോക്കുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയത്, നമ്മുടെ സ്പീക്കിങ്ങിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത് നമുക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓരോ സബ് ടെസ്റ്റും OETD ഓരോ സബ് ടെസ്റ്റും ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം സെറ്റ് ചെയ്ത് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ടൈം സെറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. നിങ്ങളത് എക്സാമിന് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ജൂബി. നിങ്ങൾ OET പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.